Hey friends, welcome back to English Ladder. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഫസ്റ്റ് ടൈം ഒരാളെ പരിചയപ്പെടുമ്പോൾ നമ്മൾ പേരും വിവരങ്ങളൊക്കെ ചോദിക്കുമല്ലേ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്, അതിന്റെ ആൻസേഴ്സ്, പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും ആൻസേഴ്സ് പറയുമ്പോഴും വരാൻ ചാൻസ് ഉള്ള കുറച്ച് കൺഫ്യൂഷൻസ്, ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ പേര് പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ നമ്മളോട് പേര് ചോദിച്ചു കഴിഞ്ഞു എന്നൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കുമല്ലേ ഒരാൾ, എവിടെ നിന്നാ വരണേ അല്ലെങ്കിൽ എവിടെ നിന്നാ താമസിക്കണമെന്ന് ചോദിക്കും. അത് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുന്നത്? വേർ ഡു യു ലിവ് അല്ലേ, വേർ ഡു യു ലിവ് എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഇതിന് പകരം കുറച്ച് പേര് ഇങ്ങനെ ചോദിക്കും, വേർ ആർ യു ലിവിങ്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയാണോ ചോദിക്കാറുള്ളത്, എവിടെയാ താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നതിന് നിങ്ങൾ വേർ ആർ യു ലിവിങ് എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അതൊരു തെറ്റായൊരു പ്രയോഗമാണ്. നമ്മൾ വേർ ആർ യു ലിവിങ് എന്ന് ചോദിക്കില്ല, വേർ ഡു യു ലിവ്, എവിടെയാണ് താമസിക്കുന്നത്, വേർ ഡു യു ലിവ് എന്നുള്ളതാണ് കറക്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നെക്സ്റ്റ് ടൈം ചോദിക്കുമ്പോൾ ഇത് കറക്റ്റായിട്ട് ചോദിക്കുക. ഇനി എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? എവിടെ താമസിക്കുന്നു എന്നാണെങ്കിലും എവിടെ നിന്നാണ് വരുന്നതെന്നാണെങ്കിലും രണ്ടിനും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടല്ലേ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ. അപ്പോൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? വേർ ഡു യു കം ഫ്രം അല്ലേ, വേർ ഡു യു കം ഫ്രം അല്ലെങ്കിൽ വേർ ആർ യു ഫ്രം, എവിടെ നിന്നാണ്. അപ്പോൾ അതിന് പകരം ചിലർ ചോദിക്കുന്നത് വേർ ആർ യു കമ്മിങ് ഫ്രം എന്നായിരിക്കും. നിങ്ങളിപ്പോൾ ഓർക്കുണ്ടാവും, അയ്യോ ഞാനും ഇങ്ങനെ തന്നെയാണല്ലോ ചോദിക്കുന്നതെന്ന് അല്ലേ. അപ്പോൾ വേർ ആർ യു കമ്മിങ് ഫ്രം എന്നുള്ളൊരു ചോദ്യം തെറ്റല്ല കേട്ടോ, നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഒരാളോട് അയാൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണ് അല്ലെങ്കിൽ അയാൾ പെർമനൻ്റ് ആയിട്ട് സ്റ്റേ ചെയ്യുന്ന സ്ഥലം അതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിക്കുന്നതെങ്കിൽ അതൊരു തെറ്റായ ഒരു ചോദ്യമാണ്. നമ്മൾ വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിക്കുമ്പോൾ അയാൾ ഇപ്പോൾ എവിടെ നിന്നാണ് വരുന്നത്, അതായത് ചിലപ്പോൾ അയാൾ അപ്പുറത്തെ വീട്ടിൽ നിന്നായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾ കിച്ചണിൽ നിന്നായിരിക്കാം, ചിലപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് വരുന്ന വഴിയായിരിക്കാം, അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് വരുന്ന വഴിയായിരിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരിക്കാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വേർ ആർ യു കമ്മിങ് ഫ്രം എന്ന് ചോദിക്കാം. അപ്പോൾ ഐ എം കമ്മിങ് ഫ്രം ദ ചർച്ച് അല്ലെങ്കിൽ ഐ എം കമ്മിങ് ഫ്രം ദ മാർക്കറ്റ്, ഐ എം കമ്മിങ് ഫ്രം ദ കിച്ചൺ എന്നൊക്കെ ആയിരിക്കും അതിൻ്റെ ആൻസർ പറയുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എവിടെ നിന്നാ വരുന്നതെന്ന്, അതായത് നമ്മളുടെ താമസ സ്ഥലമാണ് ഉദ്ദേശിക്കുന്നതെങ്കിലോ വേർ ഡു യു കം ഫ്രം അല്ലെങ്കിൽ വേർ ആർ യു ഫ്രം. അപ്പം അതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും? ഐ കം ഫ്രം ഓർ ഐ ആം ഫ്രം. ഇനിയിപ്പോൾ ലണ്ടനിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിൽ എന്തെന്ന് പറയും? ഐ എം ഫ്രം ലണ്ടൻ അല്ലെങ്കിൽ ഐ കം ഫ്രം ലണ്ടൻ എന്ന് പറയും അല്ലേ. അപ്പോൾ ഏത് പ്ലേസ് ആണെങ്കിലും നമ്മൾ ഐ ആം ഫ്രം അല്ലെങ്കിൽ ഐ കം ഫ്രം, ഈ രണ്ട് യൂസേജും കറക്റ്റാണ്. പക്ഷേ ഐ ആം കമ്മിങ് ഫ്രം ലണ്ടൻ എന്ന് നമ്മൾ പറയില്ല. നമ്മൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തു നിന്നാണ് വരുന്നതെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഒരിക്കലും ഐ ആം കമ്മിങ് ഫ്രം എന്ന് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾ അവരുടെ പേര് ചോദിച്ചു, എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു, താമസ സ്ഥലം എവിടെയാണെന്നൊക്കെ അന്വേഷിച്ചു. ഇനി നമ്മൾ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അവരെന്ത് ചെയ്യുന്നു എന്നായിരിക്കും അല്ലേ, നമുക്കറിയാനൊരാഗ്രഹം. അവരെന്ത് ജോലി ചെയ്യുന്നു എന്നായിരിക്കും നമ്മൾ അടുത്ത ചോദ്യം ചോദിക്കുക. അതെങ്ങനെയാണ് നിങ്ങൾ ചോദിക്കുക? വാട്ട് ഡു യു ഡു എന്നാണ് നമ്മൾ അതിന് ചോദിക്കുക. എന്ത് ജോലി ചെയ്യുന്നു എന്നറിയാനാണെങ്കിൽ വാട്ട് ഡു യു ഡു എന്നാ ചോദിക്കുക. പക്ഷെ ഇതിന് പകരം ചിലർ എന്ത് ചോദിക്കും? ഇപ്പം നിങ്ങൾ മനസ്സിൽ പറയുന്നുണ്ടാവും, ആയത് എനിക്കറിയാമെന്നല്ലേ, വാട്ട് ആർ യു ഡൂയിങ് അല്ലേ, വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കാറുണ്ട്. ഇതും തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒരാളുടെ ജോലി അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതെങ്കിൽ ഒരിക്കലും വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കരുത്, വാട്ട് ഡു യു ഡു എന്ന് വേണം ചോദിക്കാൻ. ഇനി വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിച്ചാൽ എന്താ, ഇപ്പോൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം. ഇപ്പം എന്നോട് ചോദിക്കുക വാട്ട് ആർ യു ഡൂയിങ് റൈറ്റ് നൗ, ഐ എം ടീച്ചിങ് എന്ന് ഞാൻ പറയും, ഞാനിപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഐ എം ടോക്കിംഗ് ടു മൈ ഫ്രണ്ട് എന്ന് പറയും. അതിന് പകരം എന്നോട് ഇപ്പോൾ വാട്ട് ഡു യു ഡു എന്ന് ചോദിച്ചാലോ, അപ്പോൾ എൻ്റെ ജോലി ഞാൻ എന്താണെന്ന് പറയും അല്ലേ, ഐ എം എ ടീച്ചർ അല്ലെങ്കിൽ ഐ എം എ ഡോക്ടർ എന്നൊക്കെ പറയും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയില്ലേ? വാട്ട് ഡു യു ഡു എന്ന് ചോദിക്കുമ്പോൾ ഒരാളുടെ ജോലി എന്താണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ആ സമയത്ത് അവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ജോലി എന്താണെന്ന് ചോദിക്കുന്നതിന് വേറൊരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്, ഒരു വേരിയൻറ്റും കൂടിയുണ്ട്. അതായത് നിൻ്റെ അച്ഛൻ്റെ ജോലി എന്താ, വാട്ട് ഈസ് യുവർ ഫാദർ. നമ്മളത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിൻ്റെ അച്ഛൻ എന്താ അങ്ങനെ വരുള്ളൂ, കൺഫ്യൂസ്ഡ് ആവരുത്. അതിൻ്റെ അർത്ഥം അച്ഛൻ്റെ ജോലി എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഈസ് യുവർ ഫാദർ, മൈ ഫാദർ ഇസ് എ ടീച്ചർ അല്ലെങ്കിൽ മൈ ഫാദർ ഇസ് എ കാർപ്പൻറ്റർ, മൈ ഫാദർ ഇസ് എ ഡ്രൈവർ എന്നൊക്കെ ആൻസർ വരാം അതിന്. അപ്പോൾ വാട്ട് ഈസ് യുവർ ഫാദർ എന്ന് കേൾക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അച്ഛൻ്റെ ജോലി എന്താണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ വാട്ട് ഈസ് യുവർ ഹസ്ബൻഡ്, വാട്ട് ഈസ് യുവർ വൈഫ്, അങ്ങനെയൊക്കെ വാട്ട് ഈസ് യുവർ മദർ, ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ജോലിയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഡസ് യുവർ ഫാദർ ഡു, വാട്ട് ഡസ് യുവർ ഫാദർ ഡു,
അപ്പോൾ ജോലി എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഇപ്പോൾ. വാട്ട് ഡു യു ഡു? നിങ്ങൾ എന്ത് ചെയ്യുന്നു? വാട്ട് ഈസ് യുവർ ഫാദർ? ഓർ ഇറ്റ് ക്യാൻ ബി എനി പേഴ്സൺ. വാട്ട് ഈസ് യുവർ മദർ? വാട്ട് ഈസ് യുവർ സിസ്റ്റർ? ഇറ്റ് ക്യാൻ ബി എനി പേഴ്സൺ. ഓക്കെ, ദെൻ വാട്ട് ഡസ് ഹീ ഡു? അല്ലെങ്കിൽ വാട്ട് ഡസ് യുവർ ഫാദർ ഡു? വാട്ട് ഡസ് യുവർ മദർ ഡു? അപ്പോൾ ഈ 3 ക്വസ്റ്റ്യൻസ് ആണ് ഒരാളുടെ ജോലി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ടൈം ഒരാളെ മീറ്റ് ചെയ്യുമ്പോൾ അയാളുടെ കാര്യവിവരങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചോദിക്കുന്നതാണല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആവട്ടെ, ചിലപ്പോൾ റിലേറ്റീവ്സ് ആവാം, നമുക്ക് ഓൾറെഡി പരിചയമുള്ള ആരെങ്കിലുമൊക്കെ നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആദ്യം അവരോട് എന്തായിരിക്കും ചോദിക്കുക? സുഖമാണോ, എങ്ങനെയുണ്ടെന്നൊക്കെ ആയിരിക്കുമല്ലോ ചോദിക്കുന്നത്. നമ്മൾ പല രീതിയുണ്ട്. ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കും, പക്ഷെ അത് ഭയങ്കര കോമൺ അല്ല. നിങ്ങൾക്ക് തന്നെ ചോദിച്ചു മതിയായില്ലേ ഹൗ ആർ യു എന്നൊക്കെ. അപ്പോൾ അതിന് പകരം നമുക്ക് ചോദിക്കാം വാട്ട്സ് ഗോയിങ് ഓൺ, എന്താ നടക്കണേ. അതിൽ കോമഡി തന്നെ ഉണ്ടല്ലേ, ഫോഗാ നടക്കണേന്ന്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. എന്താ നടക്കണമെന്ന് ചോദിച്ചു വാട്ട്സ് ഗോയിങ് ഓൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട് വിശേഷം എന്നുള്ളൊരു അർത്ഥത്തിലാണ് അവിടെ വരുന്നത്. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ആൻസർ കൊടുക്കും? എവറിത്തിങ് ഇസ് ഓക്കെ, എവറിത്തിങ് ഇസ് ഫൈൻ. അല്ല പ്രത്യേകിച്ച് ഒന്നും ഇല്ല എന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? നത്തിങ് സ്പെഷ്യൽ അല്ലേ. പ്രത്യേകിച്ച് ഒന്നുമില്ല, അങ്ങനെയൊക്കെ നമ്മൾ പോകണു, നത്തിങ് സ്പെഷ്യൽ അങ്ങനെ പറയും. ഓക്കെ, ഇനി ചിലപ്പോൾ ഈ ഫ്രണ്ടിനെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ട് കാണുവാണെന്ന് പറഞ്ഞല്ലോ. ചിലപ്പോൾ പുള്ളിക്ക് വയ്യാതിരുന്നിട്ടുണ്ടാവും, മഴക്കാലമൊക്കെ അല്ലേ. അപ്പോൾ ഒരുപാട് നാൾ കഴിഞ്ഞിട്ട് കാണുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ് ഇപ്പം എങ്ങനെയുണ്ട്, ഓക്കെ ആണോ എന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ചോദിക്കുക? ഹൗ ഡു യു ഫീൽ, അല്ലെങ്കിൽ ഹൗ ആർ യു ഫീലിംഗ് എന്ന് നമ്മൾ ചോദിക്കുമല്ലേ. ഇപ്പം എങ്ങനെയുണ്ട്, ഹൗ ഡു യു ഫീൽ ഓർ ഹൗ ആർ യു ഫീലിംഗ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരിക്കും നമ്മൾ കൊടുക്കുക? ഐ എം ഓക്കെ, ഐ എം ഡൂയിങ് ഫൈൻ, ഐ എം ഡൂയിങ് ഗ്രേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിനെ, നമുക്ക് ഓൾറെഡി പരിചയമുള്ള ഒരാളെ വീണ്ടും കണ്ടപ്പോഴാണ് നമ്മൾ ഹൗ ഡു യു ഫീൽ എന്നോ അല്ലെങ്കിൽ വാട്ട്സ് ഗോയിങ് ഓൺ എന്നൊക്കെ ചോദിക്കുന്നു കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫസ്റ്റ് ടൈം ഒരാളെ പരിചയപ്പെടുമ്പോൾ ചോദിക്കുന്ന കാര്യങ്ങൾ. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും പോയിട്ട് നമ്മൾ ഹൗ ആർ യു എന്ന് ചോദിക്കരുത്. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമിൽ അയാളെ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പ്രയറായിട്ട് അയാളെ നമുക്ക് പരിചയമില്ല. അപ്പോൾ നമ്മൾ ആ ചോദ്യം ഒഴിവാക്കുക. അതായത് ഹൗ ആർ യു എന്ന് ചോദിക്കില്ല, വാട്ട്സ് ഗോയിങ് ഓൺ എന്നൊന്നും നമ്മൾ ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സ് ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയുക. ഓക്കെ, സോ ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. സോ ടിൽ ദെൻ ബൈ.